ശരി ആകാമല്ലോ. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. നിങ്ങളുടെ ചോദ്യം ചോദിച്ചോളൂ. എനിക്ക് ഒരു സമയം തരുകയാണെങ്കിൽ ഞാൻ എന്റെ സംശയങ്ങൾ എനിക്ക് നിങ്ങളോട് ചോദിക്കണമെന്നുണ്ട്. അത് മാത്രമല്ല, നിങ്ങൾ ഉയർത്തി വെച്ചതായിട്ടുള്ള ഇസ്ലാം എന്നുദ്ദേശിക്കുന്ന മുസ്ലിങ്ങൾക്കിടയിൽ ഒരു ഭിന്നിപ്പുണ്ടാക്കുന്ന രീതിയിലുള്ള സംസാരങ്ങളും, അതുപോലെ ഇസ്ലാമിനെ അടിച്ചമർത്താൻ വേണ്ടി ഇസ്ലാം മതത്തിൽ നിന്നും പുറത്തുപോയ ഒരു ആളെന്ന നിലയ്ക്ക് എനിക്ക് ചോദിക്കാൻ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ അത് വളരെ വ്യക്തമായിട്ട് തന്നെ എനിക്ക് ചോദിക്കണമെന്നുണ്ട്. കാരണം മുസ്ലിം സമൂഹത്തിന്റെ മുൻപിൽ, അതായത് ഇപ്പോ മലയാള ഭാഷ സംസാരിക്കാൻ മാത്രം അറിയുന്ന ടീച്ചറോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കാരണം മലയാളികൾക്ക് മാത്രമാണ് ഈ ഒരു വിഷമം ഉണ്ടായിട്ടുള്ളത്. കാരണം നിങ്ങളുടെ വിമർശനങ്ങളോ മറ്റും അതർ കൺട്രീസിലൊന്നും അത് വലിയ ചർച്ചാ വിഷയമല്ല എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോ എന്നോട് സഹകരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഞാനൊരു 10 മിനിറ്റ് സംസാരിക്കും. എനിക്ക് ചോദിക്കാനും പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരുപാട് നാളുകൾ, ഒരു 6-7 വർഷമായിട്ടാണ് എനിക്ക് യുക്തിവാദികളുടേതായിട്ടുള്ള ആ ഒരു പ്രസംഗത്തിലും അതുപോലെ തന്നെ ടീച്ചറുടെ ആ ഒരു പ്രസംഗത്തിലും ഒക്കെ കേൾക്കാൻ ഇടയായത്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം 200 വർഷങ്ങൾക്ക് ശേഷമാണ് ഖുർആൻ ക്രോഡീകരിച്ചത് എന്ന് പറയുന്നു. പക്ഷേ അങ്ങനെ ക്രോഡീകരിച്ച ആ ഒരു ഖുർആനാണ് ഇന്ന് നമ്മുടെയൊക്കെ കൈകളിലുള്ളത്. ടീച്ചറും ആ ഒരു ഖുർആൻ പഠിച്ചു വളർന്ന ആളാണ്. അതിന്റെ എല്ലാ ABCDയും ടീച്ചർക്കറിയാം. പക്ഷെ എനിക്ക് അത്രത്തോളം ഒന്നും അറിയില്ലെങ്കിലും ഞാൻ ഈ വിഷയം പറയാനും ചോദിക്കാനും കാരണം, ഞാനൊരു മുസ്ലിമാണ്. അപ്പോൾ എന്റെ പാരമ്പര്യം എന്ന് പറഞ്ഞാൽ അത് എന്റെ ബാപ്പയും ഉമ്മയും, അവരുടെയൊക്കെ ബാപ്പയും ഉമ്മയും അവരിലൂടെ കിട്ടിയ ഇസ്ലാമിക ചരിത്രങ്ങളും അതുപോലെ തന്നെ ആ ഒരു ആചാരങ്ങൾ ഉൾക്കൊണ്ട് തന്നെയാണ് ഞാനും ഇപ്പോഴുള്ള എൻ്റെ മക്കളായിട്ടുള്ളവരും ഒക്കെ ജീവിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് നിങ്ങളുടെ വിമർശനങ്ങളും അള്ളാഹുവിനെയും അതുപോലെ തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഒക്കെ വളരെ മോശമാക്കിക്കൊണ്ട് സംസാരിക്കുന്ന രീതികളൊക്കെ കേൾക്കുമ്പോൾ ഇതൊരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു വിമർശനമാണ് എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം അങ്ങനെയാണെങ്കിൽ മലയാളികളായിട്ടുള്ള മൊത്തം മുസ്ലിങ്ങളും നിങ്ങളുടെ ആ ഒരു ഖുർആൻ പരിഭാഷപ്പെടുത്തിയ ആ ഒരു മലയാള ഭാഷയുടെ ആ ഒരു വാക്കുകൾ എടുത്തു വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കേരളത്തിലുള്ള എല്ലാ മുസ്ലിങ്ങളും നിങ്ങൾ പറയുന്ന ആ ദിശയിലേക്ക് ചലിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ അങ്ങനെ ഒരു സംഭവം കേരളത്തിൽ ഇതുവരെയും ഉണ്ടായിട്ടില്ല. അപ്പൊ ഉണ്ടായിട്ടുണ്ടെങ്കിൽ വിരലിൽ എണ്ണാവുന്ന രീതിയിലുള്ള ആളുകൾ മാത്രമായിരിക്കും ഇസ്ലാം അതൊരു വേറെ രൂപത്തിലാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് മാറിയിട്ടുള്ളത്. അപ്പോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് 200 വർഷങ്ങൾക്ക് ശേഷം ഉസ്മാൻ ബിൻ അഫ്ഫാന്റെ കാലഘട്ടങ്ങളിലാണ് ഖുർആൻ ക്രോഡീകരിച്ചത് എന്ന് പറയുന്നു. പക്ഷേ ഞാൻ ആ കാര്യം വിശ്വസിക്കില്ല. കാരണം ഞാൻ പറയുന്നു, അബൂബക്കർ സിദ്ദീഖ് എന്ന് പറയുന്ന അവരുടെ ആ ഭരണ കാലഘട്ടത്തിലാണ് ഖുർആൻ ക്രോഡീകരിച്ചത് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അത് വിമർശിക്കാൻ ഒരുപാട് വാക്കുകൾ ഉണ്ടായിരിക്കാം. പക്ഷേ ഞങ്ങൾ വിശ്വസിക്കുന്ന ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനം അത് തന്നെയാണ്. അതുമാത്രമല്ല, ഖുർആൻ എന്ന് പറയുന്നത് ഒരു സാഹിത്യ ഭംഗിയുടെ ഉത്തമ ഉദാഹരണമായിട്ടാണ് പരിശുദ്ധ ഖുർആൻ വിലയിരുത്തപ്പെടുന്നത് തന്നെ. അങ്ങനെ നോക്കുമ്പോ മലയാള ഭാഷ സംസാരിക്കുന്ന നമ്മളിൽ ഒരു സാഹിത്യം എന്നുള്ള രൂപത്തിൽ മലയാള ഭാഷയെ സാഹിത്യവൽക്കരിച്ചുകൊണ്ട് ഈ കേരളക്കരയെ മുൾമുനയിൽ നിർത്തിയ ഒരുപാട് സാഹിത്യ ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അവരുടെ ഭാഷ മലയാളികൾക്ക് കറക്റ്റായിട്ട്
അതിന്റെ അർത്ഥങ്ങൾ പോലും അറിയാത്ത വ്യക്തികളാണ്. അപ്പോ സാഹിത്യം അറിയുന്ന ആളുകൾക്ക് മാത്രമാണ് സാഹിത്യ ഭാഷയുടെ ആ ഒരു അർത്ഥങ്ങളും കവിതകളുടെ അർത്ഥങ്ങളും ഒക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഖുർആന്റെ ഈ ഇപ്പോ എഴുതി വെച്ചിട്ടുള്ള ഈ പരിഭാഷ അത് ഏത് രൂപത്തിലാണ് പരിഭാഷപ്പെടുത്തി വെച്ചിട്ടുള്ളത്? കാരണം മുസ്ലിങ്ങൾ ഈ പരിഭാഷയെ വിശ്വസിച്ചുകൊണ്ട് നീങ്ങുന്നവരാണ് എല്ലാവരും എന്ന് ഒരിക്കലും ധരിക്കരുത്. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? കേൾക്കുന്നുണ്ട്, പറയൂ. മുഴുവൻ മനുഷ്യർക്ക് വേണ്ടി സൃഷ്ടാവായ ദൈവം നൽകിയ അവസാന വേദഗ്രന്ഥമാണ് 114 അധ്യായങ്ങളുള്ള പരിശുദ്ധ ഖുർആൻ എന്ന് ഇസ്ലാം മത വിശ്വാസികൾ വിശ്വസിച്ചു പോരുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ അവസാനത്തെ 23 വർഷങ്ങൾക്കിടയിലെ വിവിധ സന്ദർഭങ്ങളിൽ ശകലങ്ങളായി അവതരിക്കപ്പെട്ട ആദ്യ വാമൊഴിയായി പഠിപ്പിക്കപ്പെട്ടതും മനഃപ്പാഠമായി സൂക്ഷിക്കപ്പെടുകയും ചെയ്ത ഈ ഗ്രന്ഥം പിന്നീട് നിശ്ചയിക്കപ്പെട്ട എഴുത്തുകാരാൽ എഴുതി വെക്കപ്പെട്ടു ആദ്യ ഖലീഫ അബൂബക്കറിന്റെ കാലത്ത് ക്രോഡീകരിക്കപ്പെടുകയും മൂന്നാം ഖലീഫയായ ഉസ്മാന്റെ കാലത്ത് അന്നും ഇന്നും ഒരേ ഉള്ളടക്കത്തോടെ പുസ്തക രൂപത്തിലാക്കപ്പെടുകയും ചെയ്തു. അറബി ഭാഷയെ ഇഖ്റ എന്ന് പറയുന്ന വായിക്കുക എന്ന ക്രിയയുടെ ധാതുവാണ് ഖുർആൻ. എന്നാൽ വായിക്കപ്പെടുന്ന 114 അധ്യായങ്ങളിലെ 6236 സൂക്തങ്ങൾ ഉണ്ട് എന്ന് പറയുന്നു. പക്ഷേ എനിക്ക് ഖുർആന്റെ സൂക്തങ്ങളോ അധ്യായങ്ങളോ അത് കൃത്യമായിട്ട് അറിയാത്തത് കൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. എന്നിരുന്നാലും ഇപ്പോ നമ്മുടെ ഈ ഖുർആൻ എന്തുകൊണ്ടാണ് അക്കാലത്ത് എഴുതി വെച്ചതായിട്ടുള്ള ഖുർആൻ ഇക്കാലത്ത് അത് ഏത് രൂപത്തിലാണ് അത് ഉൾക്കൊണ്ട് ജീവിക്കാൻ കഴിയുക എന്നുള്ള ആ ഒരു വലിയ മുസ്ലിം വിഭാഗത്തെ വളരെ വിഷമത്തിലാക്കുന്ന രീതിയിലുള്ള സംസാരങ്ങൾ പലതവണ കേൾക്കാനിടയായി. അങ്ങനെയാണെങ്കിൽ ഇപ്പോ സിറിയയിലേക്കും ആടുമേക്കാനും അതുപോലെ തന്നെ പൊട്ടിത്തെറിക്കാനും പൊട്ടിത്തെറിക്കപ്പെടാനും ആ സംഭവത്തെ കുറിച്ച് വളരെ വിശദമായിട്ട് ടീച്ചർ പല യൂട്യൂബിന്റെ ഇതിലൂടെ പറയുകയുണ്ടായി. അങ്ങനെയാണെങ്കിൽ ആ പൊട്ടിത്തെറിക്കപ്പെടാനും പൊട്ടിത്തെറിക്കാനും വേണ്ടി പോകുന്ന ആളുകൾ അവർ ഖുർആൻ അടിസ്ഥാനപരമായി ഖുർആനിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഉൾക്കൊണ്ട് തന്നെയാണ് അവർ ആ ദിശയിലേക്ക് സഞ്ചരിക്കുന്നത് എന്നുള്ള ആ ഒരു രൂപമാണ് കേരളത്തിൽ ഇന്ന് ചർച്ചാ വിഷയമായിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് മറ്റു മതസ്ഥർ, ക്രിസ്ത്യാനികളായാലും ഹിന്ദുക്കളായാലും, അവർ ചെയ്യുന്ന ആ ഒരു ക്രിമിനൽ സ്വഭാവമുള്ള കാര്യങ്ങളെ അവരുടെ മതഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് അവരും അതുപോലെ ചെയ്യുന്നത് എന്ന് പറയാൻ കഴിയാത്തത്? അവരുടെ മതഗ്രന്ഥത്തിൽ ചില ആളുകൾ പറയുന്നു, അങ്ങനെയുള്ള ഒരു അക്രമ സ്വഭാവമുള്ള ഗ്രന്ഥങ്ങളല്ല ഞങ്ങളുടെ കൈകളിലുള്ളത്. ഖുർആനിൽ പറയുന്നത് മറ്റേ അയൽവാസികളാണെങ്കിൽ അവര് തല ഒളിഞ്ഞിരുന്നു കൊണ്ട് വിച്ഛേദിക്കാനും കൈകാലുകൾ അടിച്ചൊടിക്കാനും അങ്ങനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് എന്ന് പറയുന്നു. ഈ സാഹിത്യപരമായിട്ട് എഴുതി വെച്ച ഖുർആന്റെ ആ ഒരു അർത്ഥം അറിഞ്ഞുകൊണ്ട് ഇപ്പൊ ഈ പരിഭാഷ ഏത് രൂപത്തിലാണ് എഴുതി വെച്ചിട്ടുള്ളത്? അത് മാത്രമല്ല, ഇത് വിശ്വസിച്ചു കൊണ്ടല്ല ഇവിടെയുള്ള മുസ്ലിങ്ങൾ ആ ഇസ്ലാം മത വിശ്വാസത്തിൽ തന്നെ ഇന്ത്യക്ക് ജീവിക്കുന്നത്. കാരണം ഞങ്ങളുടെയൊക്കെ പാരമ്പര്യം എന്ന് പറഞ്ഞാൽ ആദം നബി മുതലുള്ള ചരിത്രങ്ങൾ ഖുർആനിലൂടെ പഠിച്ചു മനസ്സിലാക്കിയ നമ്മുടെ മുൻഗാമികൾ പറഞ്ഞതനുസരിച്ചാണ് എന്നെ പോലെയുള്ള മുസ്ലിങ്ങൾ അത് വിശ്വസിച്ച് എന്റെ മതം സമാധാനത്തിന്റെയും സാഹോദര്യത്തിന്റെയും മതമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ഉൾക്കൊണ്ട് ജീവിക്കുന്നത്. അപ്പൊ നമസ്കാരത്തിന്റെ കാര്യങ്ങൾ പറയും. നമസ്കാരം ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഖുർആനിൽ നമസ്കാരത്തെ കുറിച്ച് പറഞ്ഞിട്ടില്ലെങ്കിലും നമ്മുടെ പാരമ്പര്യം അനുസരിച്ച് ഇപ്പോ ഖുർആൻ ജിബ്രീൽ അലൈഹിസ്സലാം മുഖാന്തരം അത് വഹി ഇറങ്ങി മുഹമ്മദ് നബിയിലൂടെ, മുഹമ്മദ് നബി അത് അബൂബക്കർ സിദ്ദീഖും അതുപോലെ തന്നെ അവരോട് ഒപ്പം നിന്നിരുന്ന ആളുകളുമായിട്ടൊക്കെ ഷെയർ ചെയ്ത് അവർ മനഃപ്പാഠമാക്കി വെച്ച
വിഷയങ്ങൾ അബൂബക്കർ സിദ്ദീഖിന്റെ കാലത്ത് തന്നെ ഖുർആൻ ക്രോഡീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഇസ്ലാം മത വിശ്വാസികളാണ് കേരളത്തിലുള്ളത്. പിന്നെ എങ്ങനെയാണ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ, അതായത് മുഹമ്മദ് നബിക്കും 200 വർഷങ്ങൾക്ക് പിറകെ വന്ന ഉസ്മാൻ ബിൻ അഫ്ഫാനാണ് ഖുർആൻ ക്രോഡീകരിച്ചത്, അതുവരെ ഖുർആനെ കുറിച്ച് യാതൊരുവിധ അറിവും ഉണ്ടായിരുന്നില്ല എന്നുള്ള ഈ പച്ചക്കള്ളമായിട്ടുള്ള സംസാരങ്ങൾ അത് എവിടുന്നാണ് നിങ്ങൾക്കൊക്കെ കിട്ടിയത്? എങ്ങനെയാണ് ആ ഒരു വിഷയത്തെ നിങ്ങൾ പഠിച്ചുകൊണ്ട്, നിങ്ങൾ ഇസ്ലാം മത വിശ്വാസത്തിൽ നിന്നുകൊണ്ട് ഖുർആനും ഹദീസും ഒക്കെ മനഃപ്പാഠമാക്കി വെച്ച് അവസാനം ഖുർആനെ വിമർശിക്കുകയും മുസ്ലിങ്ങളുടെ ഇടയിൽ ഒരു ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്ന ആ ഒരു തന്ത്രപരമായിട്ടുള്ള നീക്കത്തെ ഏത് രീതിയിലാണ് ഞങ്ങൾ മനസ്സിലാക്കേണ്ടത്? അപ്പോ ഇവിടെ നടക്കുന്ന തീവ്രവാദ സ്വഭാവമുള്ള ആളുകളും നിങ്ങളുമൊക്കെ ഏത് രൂപത്തിലാണ് നിൽക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്. ഇനി നിങ്ങളുടെ മറുപടി കേൾക്കുക എന്നല്ലാതെ അതിനെ ഓഫ് ചെയ്ത് സംസാരിക്കാനുള്ള ഖുർആന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ വെച്ച് സംസാരിക്കാൻ അറിവില്ലെങ്കിലും ചില കാര്യങ്ങൾക്കൊക്കെ മറുപടി തരാൻ വളരെ പ്രാപ്തനായിട്ടുള്ള ഒരാൾ തന്നെയാണ് ഞാൻ എന്നുള്ള ആ ഒരു വിശ്വാസം എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ലൈവിൽ വന്ന് ഇപ്പോ കോൾ ചെയ്ത് നിങ്ങളോട് സംസാരിച്ചത്. അപ്പോ ഇങ്ങനെ ഒരു സംശയം എന്റെ മനസ്സിൽ കിടക്കുന്നത് കൊണ്ടാണ് ഞാൻ ഈ ചോദ്യം ചോദിച്ചിട്ടുള്ളത്. ഇനി ടീച്ചർക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ പറയാം. എൻ്റെ പൊന്നാര ഇക്ക, നിങ്ങളുടെ ഉള്ളിലുള്ള സംശയങ്ങളാണ് നിങ്ങൾ ചോദിച്ചത്. വളരെ സന്തോഷം. ഞാൻ ഇനി വളരെ ചെറിയ ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരുപാട് കൊണിഷ്ടായതോ നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്നതോ ആയ ഒരു ചോദ്യവുമല്ല. ഞാനിനി പ്രേക്ഷകരോട് പറയട്ടെ, ഞങ്ങൾ ഒരിക്കലും പരസ്പരം ഈ ആശയം പറഞ്ഞു കോർക്കാറില്ല. രണ്ടുപേരും അവനവൻ്റെ ആശയങ്ങളുമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളതല്ലാതെ. ചിലപ്പോൾ ഒരു പക്ഷെ അദ്ദേഹത്തിന് കോമൺ ആയിട്ട് ചോദിക്കാനുള്ള ചോദ്യം, അദ്ദേഹത്തോട് പലരും ചോദിച്ചിട്ടുള്ള ചോദ്യം, അദ്ദേഹത്തിൻ്റെ സംശയങ്ങൾ ഒക്കെ ചോദിക്കട്ടെ. അപ്പോൾ താങ്കൾ പറയുന്നത് ഇന്നത്തെ ഈ ഖുർആൻ പരിഭാഷകൾ മുഴുവനും തെറ്റാണ് എന്നാണോ പറയുന്നത്? അതെ, തെറ്റ് തന്നെയാണ്. കാരണം ഞാനൊക്കെ മദ്രസയിൽ പഠിച്ച സമയത്തൊന്നും ഈ ഒരു പരിഭാഷ ഉൾക്കൊണ്ടിട്ടല്ല പഠിച്ചിട്ടുള്ളത്. കാരണം അത് തെറ്റാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കാം ഞങ്ങളെയൊക്കെ പഠിപ്പിച്ച ഉസ്താദന്മാർ അവർ ഒരുപാട് ദീർഘവീക്ഷണമുള്ള ആളുകളായി കൊണ്ടായിരിക്കാം ചിലപ്പോ ആ വിഷയങ്ങളെ കുറിച്ച് ഞങ്ങളെ പഠിപ്പിക്കാതെ തന്നെ ഇരുന്നത്. ശരി, ഇന്നത്തെ ഖുർആൻ പരിഭാഷകളെല്ലാം തെറ്റാണ്, അതൊന്നും താങ്കൾ അംഗീകരിക്കുന്നില്ല, ശരിയല്ലേ? ഇത് മലയാള പരിഭാഷ അത് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയാത്ത വിധത്തിലാണ് എഴുതി വെച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അത് വിശ്വസിക്കാൻ കഴിയാത്തത്. ശരി, ഓക്കെ, ശരി, റൈറ്റ്, ശരി, നിങ്ങളുടെ ഉത്തരമായി കഴിഞ്ഞു. ഖുർആൻ പരിഭാഷകളൊന്നും നിങ്ങൾ അംഗീകരിക്കുന്നില്ല. ഹദീസുകൾ അംഗീകരിക്കുന്നുണ്ടോ? ഹദീസുകൾ അംഗീകരിക്കുന്നുണ്ട്. കാരണം ഇവിടെ ഞാൻ പറയുന്നത് അതായത് കേരളത്തിലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. മലയാളത്തിൽ എഴുതി വെച്ചിട്ടുള്ള പരിഭാഷ അതിൽ ഒരുപാട് കൈക്കടത്തലുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്ന വിമർശനങ്ങൾ ഉയർന്നു വന്നത് കൊണ്ടാണ് എനിക്കത് മനസ്സിലായത്. ഓക്കെ, ചോദ്യങ്ങൾക്ക് ഉത്തരമായി കഴിഞ്ഞു, ചോദ്യങ്ങൾക്ക് ഉത്തരമായി കഴിഞ്ഞു. ഇനിയും ചോദിക്കട്ടെ, ഈ ഖുർആൻ ശരിയായ ഖുർആൻ ആണെന്നും ജിബ്രീൽ മുഖേന മുഹമ്മദ് നബിക്ക് വഹി ലഭിച്ചതാണെന്നും താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും വിശ്വസിക്കുന്നുണ്ട്. ശരി, എന്താണ് അതിന്റെ മാനദണ്ഡം? മാനദണ്ഡം എന്ന് പറഞ്ഞാൽ അതാ ഞാൻ പറഞ്ഞത്, ഇസ്ലാമികപരമായിട്ട് നിങ്ങൾ ചോദിക്കുന്ന ആ വ്യത്യസ്തമായിട്ടുള്ള ഭാഷകൾ ഉപയോഗിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ മലയാളമാണിത്, വേറെ ഒരു ഭാഷയുമല്ല, പച്ച മലയാളമാണ് ചോദിച്ചത്. നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ പറഞ്ഞത് മൊത്തം ഞാൻ കേട്ടല്ലോ, ഇനി ഞാൻ പറഞ്ഞത് നിങ്ങളും കൂടി കേൾക്കൂ. നിങ്ങൾ പറഞ്ഞത് ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിനു മറുപടി പറയാൻ നിങ്ങൾ പര്യാപ്തനാണ്, അതിനുള്ള അറിവ് നേടിയ പാരമ്പര്യ വിശ്വാസിയാണ് നിങ്ങൾ എന്നാണ് നിങ്ങൾ പറഞ്ഞത്. അതനുസരിച്ചിട്ടാണ് എൻ്റെ ചോദ്യം. ഇന്നത്തെ ഈ ഖുർആൻ ജിബ്രീൽ മുഖേന മുഹമ്മദ് നബിക്ക് ലഭിച്ചതാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് എന്നാണ് നിങ്ങൾ പറഞ്ഞത്. അതിന്റെ മാനദണ്ഡം എന്താണ് എന്നാണ് എൻ്റെ ചോദ്യം. ഇത് മുഹമ്മദ് നബിക്ക് ലഭിച്ചതാണ്
എന്നുള്ളതിന്റെ ഉറപ്പെന്താണ്? അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോ നിങ്ങള് മറ്റേ വിമർശനങ്ങളിലൂടെ പറഞ്ഞിരുന്നു മുഹമ്മദ് നബി കാണാത്ത ഖുർആൻ, അബൂബക്കർ സിദ്ദീഖ് കാണാത്ത ഖുർആൻ എന്നൊക്കെ പറയുന്നു. അപ്പൊ 200 വർഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോ ഈ കാലഘട്ടത്തിലാണ് ഖുർആൻ അവതരിക്കപ്പെട്ടത് എന്നുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ 200 വർഷങ്ങൾക്ക് ശേഷമാണ് പിന്നീട് അതിനുശേഷമുള്ള മനുഷ്യന്മാർ ഇതിനെ കുറിച്ച് അറിയുക. ചോദ്യം അതല്ല സുഹൃത്തെ, ഞാൻ ചോദിച്ചത് അതൊന്നുമല്ല. ഇത് ജിബ്രീൽ മുഖേന മുഹമ്മദിന് ലഭിച്ച അള്ളാഹുവിന്റെ ദൈവിക ബോധനമാണ് എന്ന് താങ്കൾ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു. അത് എങ്ങനെ വിശ്വസിക്കും എന്നതാണ് എന്റെ ചോദ്യം. അതാ പറഞ്ഞത്, ആ കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന ആളുകളിൽ അവരുടെ മനസ്സിൽ ആണ് ഈ വിഷയങ്ങൾ കിടന്നിരുന്നത്. പിന്നീട് അബൂബക്കർ സിദ്ദീഖിന്റെ ആ ഒരു ഭരണം കയ്യിൽ വന്നതിന് ശേഷം അവരത് ക്രോഡീകരിച്ചു. പിന്നീട് ആ ക്രോഡീകരിച്ച ആ ഖുർആൻ തന്നെ അതിൽ യാതൊരുവിധ മാറ്റത്തിരുത്തലുകളും ഇല്ലാതെ തന്നെയാണ് പിന്നീടുള്ള കാലഘട്ടങ്ങളിൽ ആ ഉസ്മാൻ ബിൻ അഫ്ഫാന്റെ കാലത്ത് ആ ഖുർആൻ നല്ല വൃത്തിയായി നല്ല ഭംഗിയായിട്ട് തന്നെ ഇന്ന് നമ്മളുടെ കയ്യിൽ നബിക്ക് ലഭിച്ച ദൈവികമായ വെളിപാട് അതാണല്ലോ ഇന്നത്തെ ഖുർആൻ. ഈ ഖുർആൻ അള്ളാഹുവിൽ നിന്നും ലഭിച്ചതാണ് എന്നുള്ളതിന്റെ തെളിവെന്താണ് എന്ന് ഞാൻ ചോദിച്ചു. 1. 2, ജിബ്രീൽ മുഖേന മുഹമ്മദിന് ലഭിച്ചത് തന്നെയാണ് ഇന്ന് നമ്മുടെ കയ്യിലുള്ള ഖുർആൻ എന്നതിന്റെ തെളിവെന്താണ്? നിങ്ങളത് വിശ്വസിക്കാൻ കാരണം എന്താണ്? ഞാൻ ഈ 2 ചോദ്യവും 3 തവണ ആവർത്തിച്ചു, നിങ്ങൾ ഉത്തരം പറഞ്ഞില്ല. ഞാൻ ചോദിക്കുന്നു വീണ്ടും. അതായത് ഖുർആൻ തന്നെയാണ് തെളിവ്. കാരണം ഖുർആൻ ഞാൻ ചോദിക്കട്ടെ സുഹൃത്തെ, അതായത് ഇപ്പോ മുഹമ്മദ് നബിക്ക് ഇറങ്ങിയ ഖുർആൻ ഇത് എനിക്ക് ഇറങ്ങിയതാണ് എന്ന അപ്രൂവൽ നൽകേണ്ടത് മുഹമ്മദ് നബി അല്ലേ? പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഈ ഖുർആൻ അവതരിക്കപ്പെട്ടത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തന്നെയാണ്. പക്ഷേ ഇത് ലോകത്തിന് മാതൃകയായിട്ടാണ് മുഹമ്മദ് നബിയിലൂടെ ഈ ഖുർആന്റെ അള്ളാഹുവിന്റെ ഈ വാക്കുകൾ അവതരിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് വളരെ ചോദ്യം അതല്ല എന്റെ ചോദ്യം. മുഹമ്മദ് നബിക്ക് ജിബ്രീൽ കൊണ്ടുവന്ന് കൊടുത്തത് തന്നെയാണ് ഈ എഴുതി വെച്ചിരിക്കുന്നത് എന്നതിന്റെ തെളിവെന്താണ്? മുഹമ്മദ് നബി കണ്ടിട്ടില്ലല്ലോ. മുഹമ്മദ് നബി കാണേണ്ട ആവശ്യം അവിടെ ഉണ്ട്. 100 വട്ടമുണ്ട്. 100 വട്ടമുണ്ട്. 100 വട്ടമുണ്ട്. അങ്ങനെയല്ല. ഇപ്പോ ഒരു സ്കൂളിലെ മാഷ് എനിക്ക് മാത്രമാണ്, എന്നെ പഠിപ്പിക്കാൻ മാത്രമാണ് ആ ഒരു മാഷ് ഉള്ളത് എന്നുണ്ടെങ്കിൽ, ആ വിഷയം എന്നെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ വിദ്യ ഞാൻ അഭ്യസിച്ചു പഠിച്ചു ഇറങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്റെ സഹപാഠികൾക്ക് അത് ഞാൻ പകർന്നു നൽകുകയാണ് ചെയ്യുക. അതല്ലാതെ ഞാൻ പഠിച്ചു ഇനി ഒരാളും പഠിക്കണ്ട, ഇതിന്റെ വിഷയങ്ങൾ ഒരാളും അറിയരുത് എന്നുള്ള ആ മൂടി വെച്ചിട്ടുള്ള ഒരു ചിന്താഗതിക്കാരനാണ് മുഹമ്മദ് നബി എന്നുണ്ടെങ്കിൽ ഇന്ന് ഈ ലോക മുസ്ലിങ്ങൾ തന്നെയുണ്ടോ? അല്ല, ചോദ്യം അതൊന്നുമല്ല. നിങ്ങൾ ചോദ്യത്തിലേക്കല്ല ഉത്തരവുമായി വരുന്നത്. നമ്മൾ ഒരു പാഠഭാഗം പഠിച്ച് അത് മറ്റുള്ളവരെ പഠിപ്പിക്കുന്നത്ര ലാഘവത്തോടെയല്ല ലോക ജനങ്ങൾക്ക് മുഴുവനും കാരുണ്യമായും മാർഗദർശനമായും അള്ളാഹു അയച്ചിരിക്കുന്ന ഒരു ദൈവിക ഗ്രന്ഥം. അതിൻ്റെ ഒരു വള്ളിക്കോ പുള്ളിക്കോ പോലും വ്യത്യാസമില്ലാതെ മനുഷ്യ ലോക അവസാനം വരെയുള്ള ജനങ്ങൾക്ക് നിലനിർത്തി കൊടുക്കാൻ ബാധ്യതപ്പെട്ട ഒരു ഗ്രന്ഥത്തിൽ മനുഷ്യൻ കേൾക്കുമ്പോൾ, കേട്ടെഴുതുമ്പോൾ, കേട്ടു പറയുമ്പോൾ വ്യത്യാസങ്ങൾ ഉണ്ടാകുമല്ലോ. അതുണ്ടാകാൻ പാടില്ലല്ലോ. കുറ്റമറ്റ രൂപത്തിലല്ലേ അള്ളാഹു ഗ്രന്ഥം ഇറക്കിയിരിക്കുന്നത്. അങ്ങനെ വരുമ്പോ ഇതിനകത്ത് മുഹമ്മദ് നബി കേട്ടു എന്നത് ശരി. നമ്മളിപ്പോ ഒരു കാര്യം കേട്ടു, കുറച്ച് കാര്യങ്ങൾ കേൾക്കുന്നു, മറ്റൊരാളോട് പറയുമ്പോൾ അത് മാറാം മറിയാം, കൂടാം കുറയാം, പദങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം തിരിയാം, അതിന്റെ നാനാർത്ഥങ്ങൾ വരാം, പര്യായങ്ങൾ വരാം. ഇത് നിക്ക് സുഹൃത്തെ, ഇതിപ്പോ അങ്ങനെ പറ്റില്ലല്ലോ. അള്ളാഹു ഇറക്കിയ ഗ്രന്ഥം അതേ രൂപത്തിൽ മാറ്റമില്ലാതെ തിരുത്തലുകളില്ലാതെ
കുത്തും കോമയ്ക്കും പോലും വ്യത്യാസമില്ലാതെ ലോക ജനങ്ങൾക്ക് മുഴുവനും മാർഗദർശനമായി നിലനിൽക്കേണ്ടുന്ന ഗ്രന്ഥം ഇത് മുഹമ്മദ് നബിക്കാണ് ഇറങ്ങിയത്. ഇത് എഴുതി കഴിയുമ്പോൾ മുഹമ്മദ് നബിയാണ് ഇതിന്റെ അപ്രൂവൽ നൽകേണ്ടത്. അത് മുഹമ്മദ് നബി കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ ഇത് നബിക്കാണ് ഇറങ്ങിയത് എന്നുള്ളതിന് എന്താണ് തെളിവ്? നബിക്ക് ഇറങ്ങിയ ഗ്രന്ഥമാണ് ഈ ഖുർആൻ എന്നുള്ളതിന് എന്താണ് തെളിവ്? മുഹമ്മദ് നബിക്ക് അവതരിക്കപ്പെട്ടിട്ടുള്ളത് തന്നെയാണ് ഖുർആൻ. അല്ല, അത് നിങ്ങൾ പറഞ്ഞാൽ പോരാ, നമുക്ക് ആധികാരികമായ തെളിവാണ് വേണ്ടത്. ആധികാരികമായിട്ടുള്ള തെളിവ് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഖുർആന്റെ എല്ലാ അർത്ഥങ്ങളും എനിക്ക് അറിഞ്ഞിട്ട് പറയുന്നതല്ല. പാരമ്പര്യമായിട്ട് എന്റെ ഉപ്പയും ഉമ്മയും അതുപോലെ തന്നെ അവരുടെ ഉപ്പയും ഉമ്മയും ഒക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു പാഠമാണ് ഞങ്ങളുടെയൊക്കെ മനസ്സുകളിലൂടെ ഓടുന്നത്. അപ്പോ ഞാനൊക്കെ ചിന്തിച്ചു വെക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇസ്ലാം സമാധാനത്തിന്റെ മതം തന്നെയാണ് എന്ന് തന്നെയാണ്. അപ്പൊ ആദ്യകാലം ഇപ്പൊ അങ്ങനെ പറയുമ്പോ ചിലപ്പോ നിങ്ങൾ പറഞ്ഞേക്കാം, അങ്ങനെയാണെങ്കിൽ ഈ കാലഘട്ടത്തിൽ നടക്കുന്ന മറ്റേ എന്താ പറയാ തീവ്രവാദവും മറ്റുള്ളതിനെ കുറിച്ചും നിങ്ങൾ പറയാം. ഇപ്പോ ഖുർആന്റെ ആ ഒരു ആദ്യ കാലഘട്ടങ്ങളിൽ തന്നെ ഒരുപാട് അക്കാലത്ത് ജീവിച്ചിരുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഒരുപാട് ക്രൂരതകൾ അനുഭവിക്കേണ്ടി വന്നു. അവരെയൊക്കെ മോചിപ്പിച്ചുകൊണ്ടാണ് ആ ഇസ്ലാമിക ആ ഒരു ഭരണം തന്നെ അവിടെ സൃഷ്ടിക്കുന്നത് തന്നെ എന്ന് നിങ്ങൾ ഈ പറയുന്നതെല്ലാം പരസ്പര വിരുദ്ധമാണ്. നിങ്ങൾ പറയുന്നതിൽ നിന്ന് തന്നെ നിങ്ങൾ പറയുന്നതിന്റെ ഉത്തരവുമുണ്ട്. ഒന്നാമതായി പറഞ്ഞു, ഖുർആന്റെ അർത്ഥങ്ങളെല്ലാം എനിക്കറിയില്ല, ഈ ഖുർആൻ സമാധാനത്തിന്റെ ഗ്രന്ഥമാണ് എന്ന് പറഞ്ഞു. ഇപ്പോ ഒരു കപ്പ് കോഫി ഉണ്ട് എൻ്റെ കയ്യിൽ, ഇത് നല്ല കടുപ്പമുള്ളതാണ്, അത്യാവശ്യം മധുരമുള്ളതാണ് എന്നൊരാൾ പറഞ്ഞാൽ അയാൾ ഇത് കുടിച്ചു നോക്കിയിട്ടില്ല. എന്നിട്ട് അയാൾ പറയാണ്, ഞാൻ കുടിച്ചൊന്നും നോക്കിയിട്ടില്ല, പക്ഷേ ഇത് അത്യാവശ്യം മധുരമുള്ളതാണ്, കടുപ്പമുള്ളതാണ്, സ്ട്രോങ് ആണ്. ആക്ച്വലി ഇത് കൂൾ കോഫിയാ, ഇത് ചൂടുള്ളതല്ല, പിന്നെ ഞാൻ മധുരം കഴിക്കില്ല, ഇത് വിത്തൗട്ട് കോഫിയാണ്. ഇത് ആരാ പറയേണ്ടത്? ഇത് കുടിച്ചു നോക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ പറയാൻ കഴിയൂ. ഇസ്ലാം ഖുർആൻ സമാധാനത്തിന്റെ ആശയമാണ്, സന്ദേശമാണ് എന്ന് പറയേണ്ടത് അത് അറിഞ്ഞിട്ടാണ്. ഖുർആനിന്റെ ചില വചനങ്ങൾ ഞാൻ എടുത്തിട്ട് നിങ്ങളെ പഠിപ്പിച്ചു തരാം. ആ വചനങ്ങൾ കണ്ടിട്ട് നിങ്ങൾ പറയുമോ ഇതിനകത്ത് സമാധാനമാണുള്ളത് എന്ന്? അതായത് ഇന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ മലയാളിയായിട്ടുള്ള ചില ആളുകൾ അത് വളച്ചൊടിച്ച്, ഞാൻ പറഞ്ഞില്ലേ, അത് ഖുർആൻ സാഹിത്യ ഭാഷയാണ്. ശരി എന്റെ പൊന്നാര സുഹൃത്തെ, നിക്ക് ഖുർആനിന്റെ പരിഭാഷ അവിടെ നിൽക്കട്ടെ. ഖുർആനിന്റെ പരിഭാഷ ഇവിടത്തെ വിഷയമേ അല്ല. ഞാൻ ചോദിച്ച ചോദ്യം നിങ്ങൾ ചോദിച്ച ചോദ്യത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ്. നിങ്ങൾ പറഞ്ഞു 23 വർഷ കാലഘട്ടത്തിനിടയിൽ ജിബ്രീലിൽ നിന്നും അള്ളാഹുവിന് കിട്ടിയ ദൈവികമായ വെളിപാട് മുഹമ്മദ് നബിക്ക് ലഭിച്ചത് സത്യസന്ധമായി വള്ളിപുള്ളിക്ക് പോലും വ്യത്യാസമില്ലാതെ ഈ മനോഹരമായി എഴുതിയതാണ് ഈ ഖുർആൻ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, അതിന്റെ തെളിവെന്താണ്? ഇത് മുഹമ്മദ് നബിക്ക് ഇറങ്ങിയത് തന്നെയാണ് എന്നുള്ളതിന്റെ തെളിവെന്താണ്? അത് പറയേണ്ടത് മുഹമ്മദ് നബി അല്ലേ? ഖുർആൻ തന്നെയാണ് തെളിവ്. അത് മുഹമ്മദ് നബി അല്ലേ പറയേണ്ടത്? ഖുർആൻ തന്നെയാണ് തെളിവ് എന്നല്ല. അത് ശരിയല്ല. അതായത് ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് ഒരു കാര്യം എഴുതിയാൽ അതിന്റെ താഴെ ശ്രീനാരായണ ഗുരു എന്നുണ്ടാവും. അദ്ദേഹത്തിന്റെ ബയോളജിക്കൽ ഹിസ്റ്ററിയിൽ അദ്ദേഹത്തിന്റെ പേരാണുള്ളത്. ഗാന്ധിജി എഴുതി എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ, അത് അദ്ദേഹം കണ്ടു ബോധ്യപ്പെട്ടതാണ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ. APJ അബ്ദുൽ കലാം എഴുതി ദി ഫയർ ഓഫ് വിങ്സ്, അദ്ദേഹത്തിൻ്റെതാണ് ആത്മകഥ. അതൊക്കെ എഴുതുമ്പോൾ അവരൊക്കെ ജീവിച്ചിരുന്നു, അതിന്റെ അപ്രൂവൽ അവര് തന്നെയാണ്. ഇത് നബി മരണപ്പെട്ടതിന് ശേഷം ക്രോഡീകരിച്ച ഒരു ഗ്രന്ഥം നബിക്ക് ഇറങ്ങിയതാണ് എന്ന് പറയുമ്പോൾ ഇതിന്റെ വിശ്വസനീയത എന്താണ് എന്നാണ് എന്റെ ചോദ്യം. അതിന്റെ വിശ്വാസം എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബി വഫാത്തായതിനു ശേഷം അബൂബക്കർ സിദ്ദീഖിലൂടെയാണ് ഖുർആൻ ക്രോഡീകരിക്കപ്പെട്ടത്. അപ്പോൾ തന്നെ അതിന്റെ അപ്രൂവൽ നഷ്ടപ്പെട്ടു. അല്ല, അതിന്റെ അപ്രൂവൽ നഷ്ടപ്പെട്ടു. കാരണം ഈ ഖുർആൻ ബൈഹാർട്ട് ചെയ്ത ആളായിരുന്നില്ല അബൂബക്കർ. അബൂബക്കർ ഇല്ല, അബൂബക്കർ നബി നിക്ക് സുഹൃത്തെ, അല്ല വളച്ചൊടിക്കുന്നോ ഇല്ലേ എന്നുള്ളത് രണ്ടാമതാണ്. അബൂബക്കർ മുഹമ്മദിൽ നിന്നും ഖുർആൻ മുഴുവനും മനഃപ്പാഠമാക്കിയ വ്യക്തികളുടെ ലിസ്റ്റിൽ ഇല്ല. പിന്നെങ്ങനെ അബൂബക്കർ ക്രോഡീകരിക്കും? വെറും അബൂബക്കർ മാത്രമല്ലല്ലോ പറഞ്ഞത്, ആദ്യം കേട്ടില്ലേ? അതായത് അബൂബക്കർ സിദ്ദീഖിന്റെ കൂടെ, അതായത് മുഹമ്മദ് നബിയുടെയും അബൂബക്കർ സിദ്ദീഖിന്റെ ആ ഒരു മറ്റേ സ്നേഹിതന്മാർ എന്ന് തന്നെ പറയാം, അവരിലൊക്കെ
ഉണ്ടായിരുന്ന ആ വാക്കുകൾ, അതായത് ജിബ്രീൽ മുഖാന്തരം കിട്ടിയ വാക്കുകൾ അവർ മനഃപ്പാഠമാക്കി വെച്ചു. പിന്നീട് അബൂബക്കർ സിദ്ദീഖ് എന്ന അവരുടെ കൈകളാലാണ് ഖുർആൻ ക്രോഡീകരിക്കപ്പെട്ടത്. പിന്നെ എങ്ങനെയാണ് 200 വർഷങ്ങൾക്ക് ശേഷമാണ് ക്രോഡീകരിക്കപ്പെട്ടത്? ശരി, മുഹമ്മദ് നബി അപ്പോഴും അബൂബക്കർ കണ്ടിട്ടില്ല, അല്ല അലി കണ്ടിട്ടില്ല എന്നൊക്കെ. ശരി, അപ്പോഴും ചോദ്യം ബാക്കിയാണ്. ഈ ഖുർആൻ പൂർണ്ണ രൂപത്തിൽ ഒരു പുസ്തക രൂപമാക്കി വരുന്നുള്ള ഇനിയും വരുന്ന മുഴുവൻ മനുഷ്യ മനസാക്ഷികൾക്കും നൽകാൻ നബി ബാധ്യതപ്പെട്ട ആളായിരുന്നല്ലോ. അതെന്താ ക്രോഡീകരിക്കുന്നതിന് മുമ്പ് നബി അങ്ങ് മരിച്ചുപോയത്? അത് വേറെ വിഷയം അല്ല, ഈ വിഷയം തന്നെയാണ്, വേറെ ഒരു വിഷയവുമല്ല. ഞാൻ ചോദിക്കുന്നത്, ഇത് ലോക ജനങ്ങൾക്ക് മുഴുവനും എത്തിക്കാൻ ബാധ്യതപ്പെട്ട നബി എന്തുകൊണ്ട് അത് എത്തിക്കാതെ മരിച്ചു? നബിയുടെ അപര്യാപ്തതയാണ്, അള്ളാഹുവിന്റെ കുറവാണത്. അതിന് ഞാനൊരു മറുപടി പറയാം. മുഹമ്മദ് നബി വഫാത്തായി എന്നുണ്ടെങ്കിലും മുഹമ്മദ് നബി ഖുറാനിലൂടെ തന്നെ അള്ളാഹു പറയുന്നുണ്ട്, ഇത് ലോകാവസാനം വരെ മനുഷ്യർക്ക് മാതൃകയായിട്ടുള്ള ഒരു ഗ്രന്ഥം തന്നെയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ ഗ്രന്ഥം അവസാന കാലഘട്ടം വരെ പരവതാനി പോലെ പറന്നുയരുന്ന സമയം. അല്ല, അത് എന്ത് വേണമെങ്കിലും പറന്നോട്ടെ, അത് പരവതാനി പോലെയോ സുഹൃത്തെ, അത് പരവതാനി പോലെയോ പാരച്ചൂട്ട് പോലെയോ പറന്നോട്ടെ, ഇതൊന്നും ഇവിടുത്തെ വിഷയമല്ല. ചോദ്യം വീണ്ടും ഒരിക്കൽ, സമയം അതിക്രമിച്ചിരിക്കുന്നു, ഒരുപാട് കോളുകൾ വരുന്നുണ്ട്, സമയം അതിക്രമിച്ചിട്ടുണ്ട്. എന്റെ ചോദ്യം ഇതാണ്, ഇത് നബിക്ക് കിട്ടിയതാണ്, ഇത് തന്നെയാണ് ജിബ്രീൽ നബിക്ക് ഓതിക്കൊടുത്തിരുന്നത് എന്നതിന്റെ തെളിവ് എന്താണ്? നമ്മളിപ്പോ ഒരു കാര്യം മനഃപ്പാഠമാക്കുന്നു, കുറച്ച് കഴിയുമ്പോൾ സ്വാഭാവികമായും അതിന്റെ വള്ളിക്കും പുള്ളിക്കും വ്യത്യാസമുണ്ടാകും. ഞാൻ ഖുർആൻ മനഃപ്പാഠമാക്കിയ ആളാണ്. ഇപ്പൊ ഓതാൻ ശ്രമിച്ചാൽ ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് പോകും. അവിടെയാണ് വേറൊരു സംഭവം. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അള്ളാഹുവും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ആയിട്ടുള്ള ഒരു കരാറ് ഉണ്ടതിൽ. കാരണം അവർക്ക് ഇനി പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു ദിവസമാണ് ഇരുന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നതെന്നുണ്ടെങ്കിലും ഇത് ലോകത്തിന് മാതൃകയാകേണ്ട ഈ സംഭവം. അല്ല, ഈ കരാർ നിങ്ങൾക്ക് മാത്രം എവിടെ നിന്ന് കിട്ടി? പ്രത്യേക ഒരു കഴിവ് കൊടുത്തിട്ടുണ്ടാകാം. നബിയും അള്ളാഹുവും തമ്മിലുള്ള കരാറിനെ കുറിച്ച് നിങ്ങൾക്ക് എവിടെ നിന്നാണ് കിട്ടിയത്? എന്താണ് അതിന്റെ ആധികാരികത? മുഹമ്മദ് നബി എന്ന് പറയുന്നത് ഒരു സാധാരണ മനുഷ്യനല്ല. അല്ല, സമ്മതിക്കുന്നു. ഞാൻ ചോദിക്കുന്നത്, അള്ളാഹുവും നബിയും തമ്മിൽ ഒരു കരാർ ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങൾക്കത് എവിടെ നിന്ന് കിട്ടി? എന്താണ് അതിന്റെ ആധികാരികത? ആ കരാർ തന്നെയാണ് ഈ ഖുർആൻ. കാരണം അള്ളാഹു ആ കരാർ ഉണ്ടായിരുന്നു എന്നത് നിങ്ങൾക്ക് എവിടെ നിന്ന് ലഭിച്ച തെളിവാണ്? അതായത് ജനങ്ങളിലേക്ക് എത്തിച്ചു. ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ്, അള്ളാഹുവിന്റെ സംസാരമാണ് ഖുർആൻ. അപ്പോ അള്ളാഹു സംസാരിച്ച ആ സംഭവങ്ങളൊക്കെ പല ചെറിയ ചെറിയ വേർഡുകളാക്കി മാറ്റി ഇതുവരെ നിങ്ങൾ എന്റെ ചോദ്യത്തിലേക്ക് വന്നിട്ടേ ഇല്ല. എന്റെ ചോദ്യം, എനിക്കൊരാള് വിശ്വസിച്ച് തരുന്ന ഒരു സാധനം ഞാൻ നിങ്ങളെ ഏൽപ്പിക്കാൻ പറയുന്നു, ഞാനത് വിശ്വസിച്ചു കൊണ്ടുവന്ന് നിങ്ങളെ ഏൽപ്പിച്ചു. ഇത് എനിക്കും നിങ്ങൾക്കും അപ്പുറത്ത് വേറൊരാൾ കൂടി ഉണ്ടല്ലോ, ഇയാള് തന്നെ തന്നതാണ് നിങ്ങൾക്കിത് എന്നുള്ളതിന്റെ തെളിവ് ഞാൻ മാത്രമാണ്. കാരണം ഞാനാണ് മീഡിയേറ്റർ, ഞാനത് കണ്ടിട്ടില്ല, ഞാൻ മരിച്ചുപോയി. അപ്പോൾ നിങ്ങൾക്ക് തന്ന സാധനം, ഞാൻ കൊണ്ട് തന്ന സാധനം തന്നെയാണോ നിങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ ഡിസ്പ്ലേ ചെയ്യുന്നത് എന്നതിന്റെ തെളിവ് എന്താണ്? അള്ളാഹു ഗ്രന്ഥമിറക്കി, ജിബ്രീലാണ് ഇത് കൊണ്ടുവന്ന് കൊടുത്തത്, ജിബ്രീലാണ് കൊടുത്തത് ഈ ഗ്രന്ഥം. ദൈവിക വെളിപാടുകൾ ജിബ്രീൽ കൊണ്ടുവന്ന് മുഹമ്മദിന് കൊടുക്കുന്നു. മുഹമ്മദ് ഇത് ജനങ്ങൾക്ക് മനഃപ്പാഠമാക്കാൻ കൊടുക്കുന്നു. ഈ ജനങ്ങൾ ഇത് മനഃപ്പാഠമാക്കുന്നു, മുഹമ്മദ് നബി മരിക്കുന്നു. ഒരുപാട് ആളുകൾ ഖുർആൻ മനഃപ്പാഠമാക്കുന്നു. അവരെല്ലാം കൂടി ഒരുമിച്ചിരുന്നത് എഴുതുന്നു, ഇങ്ങനെ ആയിരിക്കും. ഒരായത്തുണ്ട്, സൂറത്ത് റഹ്മാൻ, കാരുണ്യവാൻ, ഖുർആനിന്റെ മണവാട്ടി എന്നറിയപ്പെടുന്ന അധ്യായമാണത്. അതിനകത്ത് എന്നത് 30-ലധികം തവണകളിൽ ആവർത്തിക്കുന്നുണ്ട്, ഒരേ വചനം തന്നെ. അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോ നമ്മൾ ഒരു സ്ക്രിപ്റ്റ് എഴുതുന്നു. ഈ സ്ക്രിപ്റ്റ് എഴുതുന്നത് പല ആളുകളിൽ നിന്ന് കിട്ടുന്ന ചെറിയ ചെറിയ തുണ്ടുകൾ വെച്ചിട്ടാണ് ഒരു സിനിമ തന്നെ നിർമ്മിക്കുന്നത് എന്ന് മനസ്സിലായിക്കോ. ഒരു ഉദാഹരണം പറയാണ്, ഇനി അത് ഒരു വിമർശനമാക്കി മാറ്റേണ്ട ആവശ്യമില്ല. അപ്പൊ ഒരു സിനിമ ഇറങ്ങുന്ന സമയം പല ആളുകളുടെയും ആ ഒരു ചിലപ്പോ ഒരു സീന് ഇന്ന മാതിരി ചെയ്താലാണ് അത് വിജയിക്കുക. എന്റെ
പൊന്നാര സുഹൃത്തെ, ഈ സിനിമ ഇറങ്ങുന്നത് പോലെയോ ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരാൾ പഠിച്ചിറങ്ങി ആളെ പഠിപ്പിക്കുന്നത് പോലെയോ അല്ല കാരുണ്യവാനായ അള്ളാഹുവിന്റെ ഗ്രന്ഥം എന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം. ആ ഗ്രന്ഥത്തിന് പവിത്രതയുണ്ട്. ഞാൻ പറയട്ടെ, ഉദാഹരണങ്ങൾക്കൊന്നും ഇവിടെ ആവശ്യമില്ല. ഇവിടെ ഉദാഹരണത്തിന്റെ ആവശ്യമില്ലാതെ തന്നെ കാര്യങ്ങൾ വ്യക്തമാണ്. ഇവിടെ ലോക ജനങ്ങൾക്ക് മുഴുവനും സുഹൃത്തെ നിക്ക് ലോക ജനങ്ങൾക്ക് മുഴുവനും സന്മാർഗമായി അള്ളാഹു ഇറക്കിയ ഗ്രന്ഥത്തിൽ അങ്ങനെ യാതൊരു വിധമായ മനുഷ്യന്റെ കൈകടത്തലുകളും ഇല്ലാതെ, ന്യൂനതകളില്ലാതെ, കെട്ടുപാടുകളും കുറ്റങ്ങളും ഇല്ലാതെ, ഒരു ദൗർബല്യവുമില്ലാതെ, ന്യൂനതകളില്ലാതെ, ആവർത്തനങ്ങളില്ലാതെ, അത് അങ്ങനെ കൃത്യമായ രൂപത്തിൽ ജനങ്ങളിൽ എത്തിക്കാൻ അള്ളാഹുവിന് കഴിഞ്ഞിട്ടില്ല എന്നാണ് ഇപ്പൊ മനസ്സിലാകുന്നത്. അതുകൊണ്ടാണ് അതിനകത്ത് ആവർത്തനങ്ങൾ വന്നത്. ഒന്ന്. രണ്ട്, ഞാൻ പറയട്ടെ, രണ്ട്, മുഹമ്മദ് നബിക്ക് കിട്ടിയ ഈ വെളിപാട്, മുഹമ്മദ് നബിക്ക് ലഭിച്ച ഈ വെളിപാട്, മുഹമ്മദ് നബി ഒരിക്കലും ജനങ്ങളോട് നിങ്ങൾ കൃത്യമായ രൂപത്തിൽ ഒന്ന് എഴുതി വെക്കൂ വരും ജനതയ്ക്കു വേണ്ടി എന്ന് പറഞ്ഞിട്ടില്ലേ? അതുകൊണ്ടാണ് അത് എഴുതാതെ നബി മരിച്ചു പോയത്. ഇത് നബിക്ക് ഒരിക്കലും അറിയില്ല, നബി ഇത് കണ്ടിട്ടില്ല, നബിക്ക് ഇറങ്ങിയതാണ് എന്നതിന് തെളിവുമില്ല. ആരാ പറഞ്ഞത്? ഞാൻ പറഞ്ഞു. ഇനി ഞാനൊരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കട്ടെ. 7-ാം നൂറ്റാണ്ടില് അറേബ്യയിൽ മുഹമ്മദ് നബി പ്രചരിപ്പിച്ച പ്രധാന ലോകമതമായ ഇസ്ലാം, അക്ഷരാർത്ഥത്തിൽ അതിന്റെ അർത്ഥം കീഴടങ്ങുക എന്നാണ്. എന്ന അറബി പദം ഇസ്ലാമിന്റെ അടിസ്ഥാന. സുഹൃത്തെ, നിങ്ങള് ഇസ്ലാമിനെ കുറിച്ച് വർണ്ണിക്കുകയോ ഇവിടെ ഖുർആൻ പ്രബോധനം ചെയ്യുകയോ അല്ല വേണ്ടത്. എന്റെ ചോദ്യം, ഇത് അള്ളാഹുവിന്റെ വെളിപാടല്ല എന്ന് ഞാൻ സമർത്ഥിക്കും ഖുർആനിന്റെ വചനങ്ങളുടെ അടിസ്ഥാനത്തിൽ. കാരണം അള്ളാഹു ഒരിക്കൽ പറയുന്നത് പിന്നീട് മാറ്റി പറയുന്നു, തിരുത്തി പറയുന്നു, പറയുന്നതിന്റെ വിപരീതം പറയുന്നു, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് ഖുർആനിൽ. ഇപ്പോ അങ്ങനെ ഞാൻ ചെറിയൊരു കാര്യം പറയട്ടെ. നിങ്ങൾ മലയാളികൾക്ക് ഈ സാഹിത്യപരമായിട്ടുള്ള ഖുർആന്റെ അർത്ഥം അറിഞ്ഞുകൊണ്ട് നിങ്ങളൊരു ഖുർആന്റെ പരിഭാഷയാണ് എന്ന് എഴുതി വെച്ചിട്ടുണ്ടല്ലോ. എന്റെ സുഹൃത്തെ, നിങ്ങൾ ഖുർആൻ പരിഭാഷയിലേക്കോ ഖുർആനിന്റെ ശാസ്ത്രത്തിലേക്കോ സാഹിത്യത്തിലേക്കോ ഒന്നും പോകേണ്ട കാര്യം ഇവിടെ ഇല്ല. എന്റെ ഒന്നാമത്തെ ചോദ്യത്തിൽ തന്നെ താങ്കൾക്ക് ഉത്തരം കിട്ടിയിട്ടില്ല ഇതുവരെ. അതായത് ഇത് തന്നെയാണോ അള്ളാഹു ഇറക്കിയത് എന്നതിന് എന്താണ് തെളിവ്? മുഹമ്മദ് നബിക്ക് കിട്ടിയ വെളിപാട് ഇതാണ് എന്നതിന്റെ തെളിവ് എന്താണ് എന്നതാണ് ചോദ്യം. അടിസ്ഥാനപരമായിട്ട് ഇസ്ലാമിക ലോകത്തെ മുസ്ലിങ്ങൾ വിശ്വസിച്ചു വരുന്ന ഖുർആൻ തന്നെയാണ് ഇതിനെല്ലാ വിഷയത്തിലും